ഞാനാണിത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വിളിച്ച വെറുതെ ഒരു ഇന്റർവ്യൂനാ, ജസ്റ്റ് എ ഫോർമാലിറ്റി. കൃഷ്ണപ്രസാദ് എന്ത് ചെയ്യുന്നു? ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുന്നു. എവിടെ? ടൗണിൽ ചിത്ര തിയേറ്ററിനടുത്ത്. എത്ര മണിക്കാ വർക്ക്ഷോപ്പ് അടയ്ക്കാറ്? രാത്രി ഒരു 7:30. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സാധാരണ ബാർ പോകാറുണ്ട്. ഏത് ബാറ്? അമൃത ബാർ. എന്താ കഴിക്കാറ്? ബ്രാൻഡി. എന്തോരം കഴിക്കും? മിക്കവാറും 2 ലാർജ്. സോഡയാണോ വെള്ളമാണോ? സോഡ. അപ്പൊ ആഹാരം കഴിക്കുന്ന വീട്ടിൽ നിന്നാ? അല്ല, ബാറിൽ നിന്ന് തന്നെയാ. എന്താ കഴിക്കാറ്? പൊറോട്ടയും ചിക്കൻ കറിയും. എന്നും എത്ര പൊറോട്ട കഴിക്കും? 4 പൊറോട്ട. സംഭവ ദിവസം രാത്രിയും നിങ്ങൾ ബാറിൽ പോയായിരുന്നോ? ഓർത്തു നോക്ക്, പോയായിരുന്നോ? പോയായിരുന്നു. അന്ന് സാധാരണയിലും കൂടുതൽ കഴിച്ചില്ലേ? ഇല്ല. ഉറപ്പാണോ? അന്ന് എനിക്കൊരു സാധാരണ ദിവസമായിരുന്നു. പതിവുള്ളത് തന്നെ അന്നും കഴിച്ചത്. എന്നിട്ട് എന്താ ചെയ്തത്? എല്ലാ ദിവസത്തെയും പോലെ വീട്ടിലേക്ക് പോയി. പിന്നെ എഴുന്നേറ്റ് രാവിലെ 6 മണിക്കാണ്. അപ്പോഴാണോ പ്രവീൺ മരിച്ച വിവരം അറിഞ്ഞത്? അല്ല, വർക്ക്ഷോപ്പിലേക്ക് പോണ വഴി. എന്നിട്ട് ഞാൻ നേരെ കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷെ അകത്തേക്ക് വിട്ടില്ല. ഇത് നിങ്ങളുടെ അല്ലേ? എന്താ ഇത്? ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, എന്റെ അല്ല ഇത്. ശരി, വേറൊന്നും പറയാനില്ലെങ്കിൽ വയ്ക്കുള്ളൂ. മിസ്റ്റർ മുരളി, നിങ്ങളുടെ ഭാര്യയെ കാണാതായിട്ട് ഇപ്പം എത്ര നാളായി? ഏതാണ്ട് 6 മാസം. നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അവൾക്ക് ഒരുപാട് ആണുങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അവരെ കാണാതായ ദിവസം രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഞാൻ. അന്ന് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹോട്ടലിൽ തങ്ങി. അത് പതിവാ. പ്രവീൺ കൊല്ലപ്പെട്ട രാത്രിയോ? അന്ന് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ജില്ലാ ജഡ്ജി കാർത്തിക് പ്രസന്നന്റെ വീട്ടിൽ. അദ്ദേഹം എന്റെ ബന്ധുവാ. അപ്പൊ ഈ 2 സംഭവങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ സ്ഥലത്തില്ലായിരുന്നു? ഇല്ലായിരുന്നു. ദാറ്റ്സ് കറക്റ്റ്. പ്രവീൺ കൊല്ലപ്പെട്ടതോടെ ആ എസ്റ്റേറ്റ് നിങ്ങളുടെ പേരിലായി അല്ലേ? അതിപ്പോ ഞാൻ ആദ്യം മരിച്ചിരുന്നെങ്കിൽ അത് മുഴുവൻ പ്രവീണിന് കിട്ടുമായിരുന്നില്ലേ? മിസ്റ്റർ മുരളി, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതെവിടെ വെച്ചാ കാണാതെ പോയെന്ന് ഓർമ്മയുണ്ടോ? എന്തേത്? ഇത് എന്റേതല്ല. പിന്നെ ആരുടെ അത്? അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ? എനിത്തിങ് എൽസ്? ഇല്ല, പോയിക്കോളൂ. താങ്ക് യു. മിസ്റ്റർ വിവേക്, എന്നെപ്പറ്റി നിങ്ങൾ എന്തൊക്കെ കേട്ടിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. അതിലൊന്നും ഒരു സത്യമില്ല. അതിന്റെ പിറകെ പോയി സമയം കളയണ്ട. പാഴാക്കുന്ന ഓരോ നിമിഷവും യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ ഡോക്ടർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ? ഒരു ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ട്. പ്രവീണിന്റെ അരക്കെട്ടിൽ അസ്ഥിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഊഹം ശരിയായിരുന്നു. ഈ അസ്ഥി പ്രവീണിന്റേതല്ല, ഒരു സ്ത്രീയുടേതാണ്. സ്ത്രീയുടേതോ? അതെ. പ്രവീണിന്റെ ശരീരം കത്തിക്കുന്നതിന് മുൻപായി അവിടെ ഒരു സ്ത്രീയുടെ ശരീരം കത്തിച്ചിട്ടുണ്ട്. മഴ വന്നതുകൊണ്ടാണ് അവരുടെ ഈ ഒരു അസ്ഥി മാത്രം കത്താതെ അവശേഷിച്ചത്. ആരായി സ്ത്രീ? അത് ഏട്ടന്റെ കാമുകയാവാനാ സാധ്യത. പ്രവീണിന് കാമുകയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരിക്കൽ ഏട്ടന്റെ കൂടെ ഞാനൊരു യുവതിയെ കണ്ടിരുന്നു. ചോദിച്ചപ്പോഴൊക്കെ ഏട്ടൻ ഒഴിഞ്ഞു മാറി. ഒടുവിൽ ഞാൻ വിടാതെ പിടിച്ചപ്പോ അത് കാമുകയാണെന്ന് സമ്മതിച്ചു. ആരോടും പറയരുതെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. പക്ഷെ അവൾ ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും ഏട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇനിയിപ്പോ അവൾ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വഴിമുട്ടിയല്ലോ. വഴിമുട്ടിയെന്ന് തന്നെയാ ഞാനും കരുതിയത്. പക്ഷെ നമുക്കായിട്ട് ദൈവം ഒരു അടയാളം ബാക്കിയിട്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ അസ്ഥിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയ പാടുണ്ട്. മുറിവിന്റെ പഴക്കം വെച്ച് നോക്കിയാൽ ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ്. സാധാരണയായി വാഹന അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം സർജറി വേണ്ടി വരുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്ന 57 ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ട്. അവർക്കെല്ലാം ഞാനൊരു മെസ്സേജ് കൊടുത്തു. 4 വർഷം മുമ്പ് ഇടുപ്പല്ലിൽ നടന്നൊരു സർജറി. 15നും 25നും ഇടയ്ക്ക് പ്രായമുള്ള യുവതി, മിക്കവാറും ഒരു വാഹന അപകടം. ഇതെല്ലാം ഒത്തുവരുന്ന ചികിത്സാ ഫയലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി അയച്ചു തരാൻ. എന്നിട്ട് ഏതാണ്ട് 200ഓളം കേസുകളാ അവരെല്ലാം കൂടി അയച്ചു തന്നത്. അതിൽ പാലായിലെ ചെറുപുഷ്പം ഹോസ്പിറ്റൽ അയച്ചു തന്ന എക്സ്റേയാ ഈ കാണുന്നത്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ അസ്ഥിയിൽ കാണുന്ന സർജറിയുടെ പാട് അതേപടി ഈ എക്സ്റേയിലുണ്ട്. എക്സലന്റ്. ആരുടെ എക്സ്റേ ഇത്? രജനി എസ് നായർ, മംഗലത്ത് വീട്, ഐരാപുരം. വീട് ഇത് തന്നെയാ. പക്ഷേ രജനിക്ക് അച്ഛനമ്മയില്ല. ഞാൻ അവളുടെ ഒരു അമ്മായിയാ. അച്ഛനും അമ്മയും ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. അന്ന് അവള് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. രജനിക്ക് ജോലിയുണ്ടോ? ഉണ്ട്. ഈസ്റ്റ് ലൈൻ കമ്പനിയുടെ ഓഫീസില്. എന്ത് ജോലി? പ്രൈവറ്റ് സെക്രട്ടറി. രജനി എന്നാ ഇവിടുന്ന് പോയേ? 12-ാം തീയതി ബുധനാഴ്ച. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ എന്താ അന്വേഷിക്കാത്തത്? കമ്പനിയുടെ ആവശ്യത്തിന് അവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. മദ്രാസിലും മറ്റും പോയാൽ ചിലപ്പോ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരും. രജനി ആളെങ്ങനെ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ അവൾ ആകെ മാറിപ്പോയി. എന്നാലും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടാവോ? ഫോട്ടോ ഉണ്ട്.
തരാം. എന്താ സാറേ, അവള് വല്ല കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമുണ്ടാക്കിയത് അവരല്ല, വേറെ ആരോ. നിങ്ങൾ അപ്സെറ്റ് ആവരുത്. കഴിഞ്ഞ ശനിയാഴ്ച രജനി ആരോ കൊലപ്പെടുത്തി. ശരിയാ, ഈ കുട്ടിയെ തന്നെ ഞാനന്ന് കണ്ടേ. ഒരു കമ്പനിയിലെ പ്രൈവറ്റ് സെക്രട്ടറിയെ കല്യാണം കഴിക്കാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല. പോരാത്തന്നെ താഴ്ന്ന ജാതിക്കാരിയും. അതുകൊണ്ടാവും ഏട്ടൻ എല്ലാം രഹസ്യമാക്കി വെച്ചേ. അച്ഛൻ അറിയാതെ ഏട്ടനെ കാണാൻ ചെന്നതാവും രജനി. തെളിവ് നശിപ്പിക്കാനായിരിക്കും അവളെയും കൊന്നത്. പക്ഷേ എന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ട്.